നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം. മഹത്തായ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു വലിയ ക്ഷേത്രമാണ്, പ്രസിദ്ധമായ ക്ഷേത്രമാണ് നമ്മുടെ ഈ കൊച്ചിയിലെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ തന്നെ വളരെ പ്രശസ്തമായ വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രം. മഹാദേവൻ്റെ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന വളരെ വിശിഷ്ടമായ, കിഴക്കോട്ട് ദർശനമായി പടിഞ്ഞാറോട്ട് പാർവതിയുടെ ദർശനം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള വലിയൊരു മഹാക്ഷേത്രമാണ് മഹാദേവ ക്ഷേത്രം, തെണ്ണല വൈക്കാട്ട് മഹാദേവ ക്ഷേത്രം. അതുപോലെ തന്നെ ഉപദേവതകൾ നിറയുണ്ട്, ദുർഗയും ഗണപതിയും അതുപോലെ തന്നെ ഹനുമാനും സുബ്രഹ്മണ്യനും നാഗദേവതകളും ഭദ്രകാളിയും ഒക്കെ കൊണ്ട്, പരിവാര ചൈതന്യങ്ങളെ കൊണ്ട് സമ്പന്നമായ ഒരു ക്ഷേത്ര സംവിധാനമാണ് ഇവിടെയുള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന TK വേണുഗോപാലാണ് നമുക്ക് ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് ഈ ക്ഷേത്രത്തിൻ്റെ മഹിമാവിലാസത്തെക്കുറിച്ചും ഇപ്പോൾ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ചും ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. വെണ്ണല മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 2000-ലധികം വർഷം പഴക്കമുള്ള പ്രാചീനമായൊരു ക്ഷേത്രം. 1000-മേൽ വർഷം പഴക്കമുണ്ട്. അതെ. ജീർണാവസ്ഥയിലായിരുന്നു. അതിനെ പുനരുദ്ധാരിച്ച് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചു. അതിന് മാത്രമല്ല വാസ്തുകലയുടെ പൗരാണികതയും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അത് പുനർനിർമ്മിച്ചു. അതേമാതിരി അതിന് അക്ഷീണ പ്രയത്നം ചെയ്തത് നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ എന്ന് പറഞ്ഞ ശ്രീ TGN കുമാർ അവർക്കാണ്. അങ്ങേരുടെ ഒരു പ്രത്യേക ഒരു ഇതുകൊണ്ടാണ് ഇത് ഇത്രയും ഉയർച്ചയിലേക്ക് എത്തിയത്. കാരണം അങ്ങേര് അത് കൊണ്ടുവരണം എന്നുള്ളത് എല്ലാവരും നമ്മളൊക്കെ അതിൻ്റെ പിന്നിൽ സഹകരിച്ചു എങ്കിലും പുള്ളിയുടെ ഒരു നേതൃത്വമാണ് നമ്മളെ ഈ നിലയിലേക്ക് ഈ ക്ഷേത്രത്തെ എത്തിച്ചത്. തീർച്ചയായിട്ടും. കൂടാതെ അതിൽ നമുക്ക് അന്ന് ഉണ്ടായിരുന്നത് മഹാദേവനും പാർവതീദേവി, അതേമാതിരി ദുർഗാദേവി, അയ്യപ്പസ്വാമി, മഹാവിഷ്ണു, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് നമ്മൾ ഇല്ലാതിരുന്ന പല ദൈവന്മാരും, അതായത് ഹനുമാൻ സ്വാമി, സുബ്രഹ്മണ്യ സ്വാമി, നവഗ്രഹം, പിന്നെ സർപ്പദൈവം നേരത്തെ ഉള്ളതാണ്. ഇതിനെ നമ്മളിവിടെ കൊണ്ടുവന്നു. കാരണം അതൊക്കെ എല്ലാം ഇത് ചെയ്തു തന്നെയാണ് നമ്മൾ, അതായത് എല്ലാ പ്രശ്നങ്ങളും വെച്ച് നോക്കി, ദൈവപ്രശ്നമൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നത്. എല്ലാ അനുമതിയും വാങ്ങിച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഇതും നിലനിർത്തിക്കൊണ്ട് തന്നെ പരിപാവനമായി തന്നെയാണ് ഇതൊക്കെ ചെയ്തു വന്നത്. പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓണം ഇതൊക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ ഒരു ദേശീയോത്സവമായിട്ടാണ് ഇത് കൊണ്ട് നടക്കുന്നത്. കാരണം ശിവരാത്രിക്ക് 3 ദിവസം മുമ്പ് നമ്മുടെ ഉത്സവം തുടങ്ങും. ഇത്തവണ അത് 5 ദിവസം മുമ്പേ തുടങ്ങി. പ്രധാനമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രശസ്ത വ്യക്തികൾ പഴയവരും ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരാത്തവരെല്ലാവരും വരാൻ ഓരോ കൊല്ലം കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് വിളിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു അവസരം തരണം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം പ്രശസ്തമാണ്. പിന്നെ അവിടെ പരിപാടികളാണെങ്കിലും ഒരുവിധം നല്ല പ്രോഗ്രാംസ് നടത്തിപ്പോരുണ്ട്, പ്രശസ്തരുടെ നല്ല പ്രോഗ്രാംസ്. പക്ഷെ നമുക്ക് ആകെ ഈ ഇവിടെ ഇത്തിരി പരിമിതി ഉണ്ടെങ്കിലും നഗരപ്രാന്തത്തിലായതുകൊണ്ട് കുറച്ചുകൂടി. അതെ. പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 നേരം മിഷ്ടാനം, അന്നദാനം, പ്രസാദം ഊട്ടും. അതായത് എല്ലാവർക്കും നമ്മൾ അതിനൊരു ഇത് നോക്കില്ല, എല്ലാവർക്കും കൊടുത്ത് രാത്രി 10 മണി വരെ ഉണ്ടാകും. രാവിലെ ആണെങ്കിലും 8 മണിക്ക് ഇത് കൊടുത്ത് നമ്മുടെ പ്രഭാത ഭക്ഷണം തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും 10-10:30 വരെ കൊടുക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മുടെ ഉച്ചഭക്ഷണം തുടങ്ങുന്നത്. അതൊരു 2:30-3 മണി വരെയൊക്കെ പോകും. കൂടാതെ വൈകിട്ട് അത് സാധാരണ അത്താഴപ്പ് ഇതുണ്ട്. കൂടാതെ നമ്മൾ തിരുവാതിരയാണ് ഇവിടുത്തെ മെയിൻ ഇത്. തിരുവാതിരയ്ക്ക് നമ്മൾ എല്ലാ തിരുവാതിരയ്ക്കും ഇവിടെ പ്രസാദം ഊട്ടുണ്ട്. അതിന് ഒരു മുടക്കം ഇതുവരെയും വന്നിട്ടില്ല. അതും നടന്നു പോയിട്ട് എല്ലാത്തിനും ഒരുപാട് വ്യക്തികൾ നമുക്ക് ഭക്തജനങ്ങളുടെ 100% സഹകരണമുണ്ട്. അതാണ് നമ്മൾ ഇത്രയും ഉയർച്ചയിലേക്ക് പോകുന്നത്. കാരണം ഉത്സവമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ജോലിക്കാരാണെങ്കിലും ലീവ് എടുക്കണു, അങ്ങനെ സഹകരിച്ച് പോകണു. പിന്നെ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് അങ്ങനെ പോവാണ്. ആരും തമ്മിലൊരു പ്രശ്നങ്ങളില്ലാതെ നല്ലൊരു സൗഹൃദപരമായിട്ട് പോകണു. പക്ഷേ ഇതിനെല്ലാം നേതൃത്വം നമ്മുടെ നന്ദകുമാർ സാറാണ്. അങ്ങനെ ആ ഒരു നേതൃത്വത്തിലാണ് ചെയർമാൻ്റെ ഇതാണ് പോകുന്നത്. സംഘാടന പാഠവും
അത് എടുത്തു നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെ, കാരണം അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ്. അതായത് ആർക്കും അത് ഭഗവാന്റെ നിയോഗം ഭഗവാന്റെ നിയോഗം പോലെ, കാരണം അതാണ് എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ, ഒരു ഭഗവാന്റെ ഒരു നിയോഗം ഉണ്ടാകും. അത് അങ്ങേ നിക്ഷിപ്തമാണ്, അങ്ങേരത് ചെയ്യണു, നമ്മളതിന് സഹകരിക്കണം, നമ്മളെ ഭാഗത്തു നിന്ന് നമ്മൾ നിമിത്തമായി നിന്ന് എന്ത് പുള്ളി എന്ത് പറഞ്ഞാലും നമ്മൾ അതിനൊക്കെ സഹകരിച്ച് പോകണം. അതൊന്നും ആർക്കും ഒരു എതിർപ്പില്ല, അങ്ങനെയൊക്കെ പോകണം, ഏകാഭിപ്രായത്തിൽ പോകണം, എല്ലാം ഏകകണ്ഠമായിട്ട് തന്നെയാണ്. പുള്ളി പറയും, നമ്മൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്താൽ അതിലുള്ള പുള്ളി നല്ല നിർദ്ദേശങ്ങൾ പുള്ളി സ്വീകരിക്കും, അങ്ങനെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. അതായത് വളരെ പ്രസക്തമായ ഒരു വിവരണം തന്നെയാണ് സെക്രട്ടറി അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്, വേണുഗോപാൽജിയിൽ നിന്നും. അതായത് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സകല വിധത്തിലുള്ള മേഖലകളിലും സമൃദ്ധമായ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. അത് ഒരു മഹാദേവൻ്റെ ക്ഷേത്രമായാലും വൈഷ്ണവ ക്ഷേത്രമായാലും ശാക്തീയ ക്ഷേത്രമായാലും അവിടെയൊക്കെ ഈശ്വരീയ നിയോഗത്താൽ ഒരു പ്രധാന വ്യക്തിത്വത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരും ഭഗവാൻ. ആ മുൻനിരയിലെത്തിക്കുന്ന അല്ലെങ്കിൽ നേതൃപാടവത്തിലെത്തിക്കുന്ന വ്യക്തിത്വത്തിലൂടെയാണ് പിന്നീട് എല്ലാ ഘടകങ്ങളും ചേർന്ന് വരുന്നതും. ആ കൂട്ടായ്മയും സൗഹൃദവും കൂടിച്ചേരലും ഒക്കെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ധനപരമായ അതുപോലെ തന്നെ മനപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒത്തുകൂടലിനും കൂടിച്ചേരലിനും ഒക്കെ വളരെയധികം സാക്ഷ്യം വഹിക്കുകയും ആ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ക്ഷേമവുമാണ് നാടിനും ജനപദങ്ങൾക്കും ഒക്കെ നിരന്തരം നിത്യേന അനുമാത്ര ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. അതെല്ലാം ഈശ്വര കടാക്ഷമാണ്. കാരണം ഭഗവാൻ ഇവിടെ കിരാതമൂർത്തി ഭാവത്തിൽ ഭഗവാൻ അർജുനന് പാശുപതാസ്ത്രം അനുഗ്രഹിച്ച് കൊടുത്തതിന് ശേഷം സൗമ്യഭാവത്തിൽ ഇരിക്കുകയാണ്. ഉഗ്രത വളരെ കുറവാണ്, എന്നാൽ ശാന്തത അങ്ങനെ മുഴുവനായും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഉഗ്രതയും ശാന്തതയും കൂടി കലർന്ന സമ്മിശ്ര ഭാവത്തിൽ നിലകൊള്ളുന്ന ശിവം എല്ലായ്പ്പോഴും ബദ്ധശ്രദ്ധരായോടുകൂടി ആരാധിക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാർവതീദേവി സാന്നിധ്യം. കാരണം നമ്മുടെ പാർവതീദേവി ഇപ്പോൾ എറണാകുളം അമ്പലത്തിലാണെങ്കിലും പാർവതീദേവി ഇല്ല, അവിടെ ഒരു ഫോട്ടോ വെക്കലേ ഉള്ളൂ. പക്ഷേ ഇവിടെ പാർവതീദേവി, അതായത് കിരാതമൂർത്തി ആയിരുന്നെങ്കിലും ഇപ്പം സൗമ്യഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പാർവതീദേവിയുടെ പ്രതിഷ്ഠ വരെ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും പാർവതീദേവിയെ പ്രതിഷ്ഠിച്ച്, കാരണം സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പിൻവിളക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഭഗവതിയുടെ സ്വരൂപം കാണാം. കാരണം ആ അർജുനൻ്റെ അസ്ത്രങ്ങളെല്ലാം വന്ന് മഹാദേവൻ്റെ ശരീരത്തിൽ പതിക്കുമ്പോൾ അതൊക്കെ പുഷ്പങ്ങളായി പോകാൻ പ്രാർത്ഥിച്ചതാണ് പാർവതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാർവതി സാന്നിധ്യം വളരെയധികം ഇവിടെ ഉണ്ട്. ആ സാന്നിധ്യവും മഹാദേവൻ്റെ അനുഗ്രഹ കൃപാ കടാക്ഷവും കൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയെ ദർശിക്കാനെത്തുന്ന എല്ലാവർക്കും അനുമാത്ര എല്ലാവിധത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും അത് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും ഓജസ്സും വീര്യവും ലഭിക്കുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. വളരെയധികം ഒരു സന്ദേശാത്മകമായ ഈ ഒരു അഭിമുഖത്തിൽ സഹകരിച്ച അങ്ങേക്ക് ക്ഷേത്ര മീഡിയയുടെ പ്രണാമം. എല്ലാവരും ഈ ഉത്സവത്തിൻ്റെ ഭാഗഭാക്കാകണം. ഇത് നമ്മുടെ ഉത്സവമാണ്. ആചാര അനുഷ്ഠാനാദികളെല്ലാം തന്നെയാണ് നമ്മളാക്കുന്നത്. ക്ഷേത്ര മീഡിയ തത്സമയം നിങ്ങളിലേക്ക് ഇതിൻ്റെ എല്ലാവിധത്തിലുള്ള ദൃശ്യ ഭംഗികളും അതിൻ്റെ ചാരുതയും അതുപോലെ തന്നെ ഗരിമയും തനിമയും ചോർന്നു പോകാതെ നൽകുന്നു എന്നുള്ളത് വളരെ സത്യസന്ധവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൃതജ്ഞത അനുഭവപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ഞങ്ങളുടെ ക്യാമറാമാൻ അദീപിനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി, ക്ഷേത്ര മീഡിയ.